എല്ലാവർക്കും രാമായണ മാസം 4-ാം ദിവസത്തിലേക്ക് സ്വാഗതം. ശ്രീ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ശ്രീരാമനും ലക്ഷ്മണനും യാത്രയായി. കുറെ ദേശങ്ങളെല്ലാം കടന്ന് പതുക്കെ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ വിശ്വാമിത്രൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു: രാമ, ലക്ഷ്മണ, നിങ്ങൾ കോമളന്മാരായ ബാലന്മാരാണല്ലോ. ഇതുവരെ വിശപ്പും ദാഹവും അറിയാതെ വളർന്നവരാണ് നിങ്ങൾ. അതിനാൽ ഇനി വിശപ്പും ദാഹവും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾക്ക് രണ്ട് മഹത്തായ വിദ്യകൾ ഉപദേശിച്ചു തരാം: ബലയും അതിബലയും. ദേവനിർമ്മിതങ്ങളായ ഈ വിദ്യ രണ്ടും നിങ്ങൾ പഠിച്ച് ജപിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് വിദ്യകൾ അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. വിശപ്പും ദാഹവും തീർന്ന ബാലന്മാരുമായി വിശ്വാമിത്രൻ ഗംഗാനദി തരണം ചെയ്തു. താടക താമസിക്കുന്ന വനത്തിലെത്തിയ വിശ്വാമിത്രൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: സത്യപരാക്രമനായ രാമ, ഈ വഴിയിലൂടെ ആരും പോകാറില്ല. ഈ കാട് കണ്ടോ? ഇഷ്ടം പോലെ രൂപം മാറാൻ കഴിവുള്ള താടക എന്ന ഭയങ്കര രാക്ഷസി വാഴുന്ന പ്രദേശമാണിത്. അവളെ പേടിച്ച് ലോകരാരും ഇതുവഴി നടക്കാറില്ല. നീ അവളെ ഏതു വിധത്തിലെങ്കിലും കൊല്ലണം. അതുകൊണ്ട് ഒരു ദോഷവും വരില്ല. വിശ്വാമിത്രൻ ഇത് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പതുക്കെ ഞാണൊലി മുഴക്കി. അത് കേട്ട് സകല ലോകങ്ങളും വിറച്ചു. ഞാണൊലി കേട്ട് കോപിച്ച് താടക അവരെ ഭക്ഷിക്കാനായി പാഞ്ഞെത്തി. ശ്രീരാമൻ അയച്ച ശരമേറ്റ് ഘോരരൂപിണിയായ താടക ചിറകറ്റു വീണു മല പോലെ നിലംപതിച്ചു. അവളുടെ ശവശരീരത്തിൽ നിന്നും സ്വർണരത്നാഭരണങ്ങൾ അണിഞ്ഞ് അതിസുന്ദരിയായ ഒരു യക്ഷി പ്രത്യക്ഷപ്പെട്ടു. ശാപത്താൽ രാക്ഷസിയായി തീർന്നിരുന്ന ആ യക്ഷി ശ്രീരാമനെ വണങ്ങി അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ ദേവലോകത്തേക്ക് പോയി. വിശ്വാമിത്രൻ ശ്രീരാമനും ലക്ഷ്മണനും ദിവ്യാസ്ത്രങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുത്തു. അന്നു രാത്രി രാജകുമാരന്മാരും മഹർഷിയും വനത്തിലുള്ള കാമാശ്രമത്തിൽ വസിച്ചു. അടുത്ത പ്രഭാതത്തിൽ സന്ധ്യാവന്ദനത്തിന് ശേഷം യാത്ര തുടർന്ന് സിദ്ധാശ്രമത്തിലെത്തി. മുനിശ്രേഷ്ഠന്മാർ വിശ്വാമിത്രനെ എതിരേറ്റ് വന്ദിച്ചു. രാമലക്ഷ്മണന്മാർ മുനിമാരെ വണങ്ങി. അവരെ യഥോചിതം മഹർഷിമാർ സൽക്കരിച്ചു. വിശ്രമം കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ വിശ്വാമിത്രനോട് ചോദിച്ചു: താപസ ശ്രേഷ്ഠ, അങ്ങ് യാഗം തുടങ്ങിക്കൊള്ളൂ. തടസ്സമൊന്നുമില്ലാതെ ഞാൻ രക്ഷിച്ചുകൊള്ളാം. ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ കാണിച്ചു തന്നാൽ അവരെ ഞാൻ ശരമെയ്തു നശിപ്പിക്കാം. വിശ്വാമിത്രൻ യാഗം തുടങ്ങി. അപ്പോൾ രാക്ഷസന്മാർ പടയോടുകൂടി വന്നെത്തി. ഉച്ചയായപ്പോൾ ആകാശത്തു നിന്ന് അവർ രക്തമഴ ചൊരിഞ്ഞു. ശ്രീരാമൻ മാരീചന്റെയും സുബാഹുവിന്റെയും നേർക്ക് 2 ശരം പ്രയോഗിച്ചു. ഒരമ്പേറ്റ് സുബാഹു മരിച്ചു. തുടർന്ന് മാരീചൻ പേടിച്ചോടി. രാമശരം അവനെ പിന്തുടർന്നു. 1 യോജന ഭയന്ന് ഓടിയതിനു ശേഷം മാരീചൻ സമുദ്രത്തിൽ ഒളിച്ചു. അവിടെയും രാമബാണം എത്തിയതുകൊണ്ട് ഇനി ഒരിടത്തും രക്ഷയില്ല എന്ന് കരുതി രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ തന്നെ അഭയം തേടി. ഭക്തവത്സലനായ ശ്രീരാമൻ മാരീചന് അഭയം നൽകി. അന്നു മുതൽ ആ രാക്ഷസൻ ശ്രീരാമ ഭക്തനായി മാറി. ശത്രുകുലാന്തകനായ ലക്ഷ്മണൻ രാക്ഷസപ്പടയെ മുഴുവൻ കൊന്നു. സന്തുഷ്ടരായ ദേവന്മാർ ദുന്ദുഭി മുഴക്കി പുഷ്പവൃഷ്ടി നടത്തി. യക്ഷന്മാർ, കിന്നരന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ മുതലായവർ രാമലക്ഷ്മണന്മാരെ സന്തോഷത്തോടെ വണങ്ങി സ്തുതിച്ചു. വിശ്വാമിത്രൻ അത്യധികമായ ആനന്ദത്തോടും കണ്ണുനീർ നിറഞ്ഞു നനഞ്ഞു കലങ്ങിയ കണ്ണുകളോടും കൂടി ബാലന്മാരെ മടിയിൽ പിടിച്ചിരുത്തി ആശീർവദിച്ചു. അനന്തരം അവർക്ക് ഭക്ഷണം കൊടുത്തു. 3 ദിവസം പുരാണകഥകൾ വിശ്വാമിത്രൻ പറഞ്ഞത് കേട്ട് രസിച്ചുകൊണ്ട് സിദ്ധാശ്രമത്തിൽ അവർ കഴിഞ്ഞു. 4-ാം ദിവസം വിശ്വാമിത്രൻ പറഞ്ഞു: നാം ഇനി സമയം കളയരുത്. ഇനി താമസിയാതെ നമുക്ക് ജനക മഹാരാജാവിന്റെ മഹായജ്ഞം കാണാൻ പോകാം. വിദേഹ രാജ്യത്ത് ശ്രീ പരമേശ്വരന്റെ ത്രയംബകം എന്ന വില്ലിരിപ്പുണ്ട്. മഹാദേവൻ തന്നെയാണ് അതവിടെ വെച്ചിരിക്കുന്നത്. രാജാക്കന്മാർ നിത്യവും അതിനെ പൂജിക്കുന്നു. വിശിഷ്ടമായ ആ വില്ല് നമുക്ക് പോയി കാണാം. ഇതെല്ലാം താപസന്മാരെ അറിയിച്ചിട്ട് വിശ്വാമിത്രൻ രാജകുമാരന്മാരോടൊപ്പം ഗംഗാതീരത്തെത്തി. അവിടെയാണ് ഗൗതമാശ്രമം. ദിവ്യങ്ങളായ വൃക്ഷങ്ങൾ, വള്ളികൾ, പുഷ്പങ്ങൾ എന്നിവ കൊണ്ട് അതിമനോഹരവും ആനന്ദപ്രദവും വന്യജീവികളൊന്നും ഇല്ലാത്തതുമായിരുന്നു ആശ്രമ പ്രദേശം. കൗതുകകരമായ ആ ആശ്രമം കണ്ടിട്ട് ശ്രീരാമൻ ചോദിച്ചു: മനോഹരവും വാസയോഗ്യമെങ്കിലും ജന്തുക്കൾ ഉപേക്ഷിച്ചതുമായ ഈ ആശ്രമം ആരുടേതാണ്? ഇവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സിന് ആഹ്ലാദം തോന്നുന്നു. ഇതിനെല്ലാം എന്താണ് കാരണമെന്ന് അരുളി ചെയ്താലും. ഇത് കേട്ട വിശ്വാമിത്രൻ അനന്തശായിയായ ഈശ്വരനോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ കുമാര, ഇതൊരു പഴയ കഥയാണ്, കേട്ടുകൊള്ളൂ. താപസശ്രേഷ്ഠനായ ഗൗതമ മഹർഷി ഈ ഗംഗാതീരത്തൊരു ആശ്രമമുണ്ടാക്കി തപസ് ചെയ്യുകയായിരുന്നു.
അക്കാലത്ത് ബ്രഹ്മാവ് ലോകസുന്ദരിയായ തൻ്റെ മകൾ അഹല്യ എന്ന ദിവ്യകന്യകയെ ഗൗതമന് നൽകി. അവർ ഭാര്യാഭർത്താക്കന്മാരായി. ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിലുള്ള അവളുടെ നിഷ്ഠയും ബ്രഹ്മചര്യം തുടങ്ങിയ ഗുണങ്ങളും മഹർഷിയെ സന്തുഷ്ടനാക്കി. വിശ്വമോഹിനിയായ അഹല്യയെക്കൊണ്ട് ദേവേന്ദ്രൻ കാമപരവശനായി. സർവാംഗസുന്ദരിയായ അവളെ എങ്ങനെ പ്രാപിക്കണമെന്ന് ആലോചിച്ച് ഇന്ദ്രൻ കാമാന്തനായി. ഒരു ദിവസം ഗൗതമൻ രാത്രിയുടെ അവസാന യാമത്തിൽ സന്ധ്യാവന്ദനത്തിന് പോയതക്കം നോക്കി ഇന്ദ്രൻ ഗൗതമന്റെ വേഷം ധരിച്ച് ആശ്രമത്തിനകത്ത് കടന്ന് അഹല്യയെ പ്രാപിച്ചു. പ്രഭാത കർമ്മങ്ങൾക്ക് സൂര്യോദയം ആയിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ഗൗതമൻ തിരിച്ചെത്തിയപ്പോൾ തന്റെ രൂപം ധരിച്ച് ആശ്രമത്തിനകത്തു നിന്ന് പുറത്തു വന്ന് പേടിച്ചു വിറച്ചു നിൽക്കുന്ന ദേവേന്ദ്രനെ കണ്ടു. ഗൗതമൻ ക്രുദ്ധനായി ചോദിച്ചു, എന്റെ രൂപം ധരിച്ച് ഇതിനകത്ത് കിടന്ന ദുഷ്ടാത്മാവും ലജ്ജയില്ലാത്തവനും മഹാപാപിയുമായി നീ ആരാണ്? നിന്റെ കഥയെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ശപിച്ച് ഞാൻ ഭസ്മമാക്കും. ഇന്ദ്രൻ ഭയന്ന് വിറച്ച് ഇങ്ങനെ പറഞ്ഞു, ദേവനാഥനായ ഞാൻ കാമകിങ്കരനായി പോയി. എന്റെ മൂഢത കൊണ്ടാണ് ഈ നാണക്കേടെല്ലാം സംഭവിച്ചു പോയത്. അവിടുന്ന് എല്ലാം ക്ഷമിച്ച് എനിക്ക് മാപ്പ് തരണം. ഗൗതമൻ പറഞ്ഞു, നീ ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം നീ തന്നെ അനുഭവിക്കണം. അതിനാൽ നിന്റെ ശരീരത്തിൽ 1000 യോനികൾ ഉണ്ടാകട്ടെ. ഇങ്ങനെ ശപിച്ചിട്ട് ആശ്രമത്തിനകത്തേക്ക് കടന്ന ഗൗതമൻ ഭയന്ന് വിറച്ചു നിൽക്കുന്ന അഹല്യയോട് പറഞ്ഞു, അല്ലയോ ദുർനടത്തക്കാരി, നിന്റെ ചീത്ത പ്രവൃത്തികൾ വളരെ കഷ്ടമായി പോയി. നിന്റെ ദുസ്സാമർത്ഥ്യം കൊള്ളാം. ഈ പാപകർമ്മ പരിഹാരത്തിനായി അതികഠിനമായ ഒരു വ്രതം നീ അനുഷ്ഠിക്കണം. കാമത്തിന്റെ ദാസിയായ നീ ശിലാരൂപത്തിൽ ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ട് മഞ്ഞും വെയിലും കാറ്റും മഴയും സഹിച്ച് രാത്രിയും പകലും നിരാഹാരയായി ഇവിടെ കഴിയണം. കാട്ടിലെ എൻ്റെ ഈ ആശ്രമത്തിലേക്ക് ജന്തുക്കളൊന്നും കടന്നു വരികയില്ല. അനേകം ദിവ്യവർഷങ്ങൾ കഴിയുമ്പോൾ ശ്രീരാമനും അനുജനും ഇവിടേക്ക് എഴുന്നള്ളും. ശ്രീരാമന്റെ പാദസ്പർശത്താൽ നിന്റെ എല്ലാ ദുരിതവും തീരും. അനന്തരം നീ ഭക്തിപൂർവം ശ്രീരാമദേവനെ പ്രദക്ഷിണം വെച്ച് തൊഴുത് സ്തുതിക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കും. അപ്രകാരം മനുഷ്യത്വ കിട്ടിയ നിനക്ക് എന്നെ പരിചരിക്കാൻ അവസരം ലഭിക്കും. ഇപ്രകാരം പറഞ്ഞിട്ട് ഗൗതമൻ ഹിമാലയ പാർശ്വത്തിലേക്ക് പോയി. അന്നു തൊട്ട് അഹല്യ ഇവിടെ കഴിയുന്നു. പാദസ്പർശം ഏൽക്കാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ച് ദുഃഖിച്ചുകൊണ്ടാണ് അഹല്യ കഴിയുന്നത്. ആർക്കും കാണാനാവാതെ ശിലാരൂപിണിയായി കഠിന തപസ്സിൽ മുഴുകിക്കഴിയുന്ന ബ്രഹ്മപുത്രിയായ അഹല്യയുടെ പാപം മുഴുവൻ നിന്റെ പാദസ്പർശത്താൽ നശിപ്പിക്കണം. എങ്കിൽ ഇന്ന് തന്നെ അഹല്യ പരിശുദ്ധയായി തീരും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിശ്വാമിത്രൻ ശ്രീരാമന്റെ കൈപിടിച്ചുകൊണ്ട് ആശ്രമത്തിന്റെ മുറ്റത്തേക്ക് പ്രവേശിച്ചു. മുൻഭാഗത്ത് കഠിനമായി തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ശിലാരൂപം വിശ്വാമിത്രൻ രാമന് കാട്ടിക്കൊടുത്തു. രാമോഹം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പാദം ആ ശിലയിൽ വെച്ചിട്ട് അഹല്യയെ വണങ്ങി. ശ്രീരാമനെ കണ്ട അഹല്യയുടെ ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. താപസശ്രേഷ്ഠനായ വിശ്വാമിത്രൻ, ദുഃഖങ്ങൾ അകറ്റുന്ന സഹോദരൻ എന്നിവരോടൊപ്പം തനിക്ക് ശാപമോക്ഷം നൽകുന്ന ഭക്തവത്സലനായ ശ്രീരാമനെ ശാപബാണങ്ങളേന്തി മഞ്ഞപ്പെട്ടെടുത്ത് ശ്രീവത്സാങ്കിതമായ മാറിടത്തോടെ പുഞ്ചിരി പൊഴിക്കുന്ന മുഖത്തോടെ ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായ താമരപ്പൂവിന്റെ ഇതൾ പോലുള്ള കണ്ണുകളോടെ ഇന്ദ്രനീല കല്ലുപോലെ ശോഭിക്കുന്ന ശരീരത്തോടെ ഇന്ദ്രാദി ദേവന്മാർ വണങ്ങുന്ന പാദങ്ങളോടെ 10 ദിക്കുകളിലും നിറഞ്ഞ ശോഭയോടെ അഹല്യ കണ്ടു. ഗൗതമ മഹർഷി മുമ്പ് പറഞ്ഞ കാര്യം അപ്പോൾ അവൾ ഓർത്തു. ഇത് ജഗന്നാഥനും പങ്കജാക്ഷനും ലക്ഷ്മീകാന്തനുമായ സാക്ഷാൽ നാരായണൻ തന്നെ എന്ന് ചിന്തിച്ചുകൊണ്ട് എഴുന്നേറ്റ് അർഘ്യബാധാദികൾ കൊണ്ട് അഹല്യ പൂജിച്ചു. സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ദുഃഖമെല്ലാം അകന്ന അഹല്യ ശ്രീരാമനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അനന്തരം എഴുന്നേറ്റ് ഭക്തിയോടെ കൈകൾ കൂപ്പി ഈശ്വര ദർശനത്താൽ പെട്ടെന്നുണ്ടായ ആനന്ദത്തോടെ രോമാഞ്ചമണിഞ്ഞ അദ്വൈയനും അനാദ്യനുമായ ഭഗവാനെ ഗദ്ഗത കണ്ഠത്തോടെ സ്തുതിച്ചു. ലോകനാഥ, അങ്ങേ കാണാൻ കഴിഞ്ഞതുകൊണ്ട് ഇന്ന് ഞാൻ ധന്യയായി. ബ്രഹ്മാവ്, ശിവൻ എന്നിവർ ആഗ്രഹിക്കുന്ന അങ്ങയുടെ പാദപത്മത്തിലെ പൊടികളിൽ ചെറിയൊരംശം എനിക്കും കിട്ടിയല്ലോ. അനേകം കൽപ്പകാലങ്ങൾ ആരാധിച്ചാലും അങ്ങയുടെ അനുഗ്രഹമില്ലാതെ അത് ലഭിക്കാൻ കഴിയുമോ? അങ്ങയുടെ പ്രവൃത്തികൾ അതിവിചിത്രമത്രേ. മനുഷ്യരൂപമെടുത്ത അങ്ങ് ലോകരെയെല്ലാം വളരെയധികം മോഹിപ്പിക്കുന്നു. ആനന്ദമയനും മായി അതിക്രമിച്ചവനുമായ അങ്ങേക്ക് ന്യൂനതയോ ആധിക്യമോ ഇല്ല. അങ്ങയുടെ പാദാംബുജങ്ങളിലെ രജസ് കൊണ്ട് പവിത്രയായ ഗംഗാദേവി, ശിവൻ, ബ്രഹ്മാവ് എന്നിവരെയെല്ലാം പരിശുദ്ധരാക്കുന്നു. അത്ര മഹത്വമുള്ള അങ്ങയുടെ പാദസ്പർശത്തിനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ വൈകുണ്ഠനാഥ. ഈ ഭാഗ്യം ലഭിക്കുവാൻ പണ്ട് ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തത്?
പുണ്യം ചെയ്യാത്തവർക്ക് ദർശനത്തിന് ലഭിക്കാത്ത മനോഹര രൂപത്തോടു കൂടിയ മഹാവിഷ്ണു മനുഷ്യനായി അവതരിച്ച മനോഹരനും രമണീയമായ ശരീരമുള്ളവനും ശുദ്ധനും അത്ഭുത പരാക്രമനും സുന്ദരനും ചാപധാരിയും തത്വസ്വരൂപനും അദ്വയനും സത്യസന്ധനും ആദ്യന്തങ്ങളില്ലാത്തവനും നിത്യനും അവ്യയനും ആയ നിന്നെ നിത്യവും ഭക്തിയോടുകൂടി ഞാൻ ഭജിക്കുന്നു. മറ്റാരെയും ഞാൻ ആരാധിക്കുന്നില്ല. വേദങ്ങൾ അന്വേഷിക്കുന്നതും ബ്രഹ്മാവ് ജനിച്ച നാഭിയോട് കൂടിയതും മഹാദേവൻ ജപിക്കുന്നതുമായ ഈശ്വരനെ നിത്യവും മനസ്സാ ഞാൻ വണങ്ങുന്നു. അഹല്യാസ്തുതി ഭക്തിപൂർവം ജപിക്കുന്ന മനുഷ്യർ സകല പാപങ്ങളും നശിച്ച് പരമമായ ബ്രഹ്മാനന്ദം പ്രാപിക്കും. മാത്രമല്ല ഇഹലോകത്ത് അവർക്ക് സകല സുഖവും ലഭിക്കും. ഭക്തിയോടുകൂടി ഈ സ്തുതി ജപിക്കുന്നവർക്ക് സകല സുഖവും ഉണ്ടാകും. പുത്രൻ വേണ്ടവർക്ക് നല്ല പുത്രന്മാരുണ്ടാകും. ധനം ആഗ്രഹിക്കുന്നവർക്ക് വളരെ ധനം കൈവരും. ഗുരുപത്നിയെ പ്രാപിച്ചവൻ, സ്വർണം മോഷ്ടിച്ചവൻ, മദ്യപൻ, ബ്രാഹ്മണഘാതകൻ, അച്ഛനമ്മമാരെ കൊന്നവൻ, വിഷയസുഖങ്ങളിൽ മുഴുകിയവൻ തുടങ്ങിയ മഹാപാപികൾക്ക് പോലും ഭക്തവത്സലനും പുരുഷോത്തമനും വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ച് ഭക്തിപൂർവ്വം ഭജിക്കുമ്പോൾ മോക്ഷപ്രാപ്തിയുണ്ടാകും. സദാചാരനിഷ്ഠനാണെങ്കിൽ ഉടനെ തന്നെ മോക്ഷം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാമായണ മാസം 4-ാം ദിവസത്തെ രാമായണ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.